നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നൊരു കാര്യം ചെയ്യും, മിത്ര മാഡാണ് ഇത് ചെയ്തെന്ന് പറഞ്ഞ് കൊണ്ട് കേസ് കൊടുക്ക്. എന്തിന്? തെളിവ് നിരത്തി അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാ. നന്ദിനി, ഈ കാര്യത്തില് ഞാൻ അവളെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ഒരു കാര്യം ഞാൻ തന്നോട് പറയാം, അവളുമായിട്ടുള്ള തന്റെ ഈ കൂട്ടുകെട്ടുണ്ടല്ലോ, അത് ഇന്നത്തോടെ അവസാനിപ്പിച്ചോളൂ. അല്ലെങ്കിലുണ്ടല്ലോ, ഇതിലും വലിയ കാര്യത്തിന് ചിലപ്പോ താൻ പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ കയറേണ്ടി വരും. അമ്മയുടെ അനുഗ്രഹത്തോടെയാ അവൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ആ, ഇതാ ഞാൻ പറഞ്ഞത്. സാർ എന്ത് ചിന്തിച്ചാലും അത് വൈരാഗ്യം വെച്ചിട്ടാ. എടോ, ഇങ്ങനെ കിടന്ന് തർക്കിക്കുന്നത് എന്തിനാ താൻ? ഭക്ഷണം കഴിച്ചതിൽ ഏതെങ്കിലും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിലേ എന്താകുമായിരുന്ന അവസ്ഥ? താനേ ഈ നിമിഷം ഇവിടെ നിൽക്കായിരുന്നോ? ആളുകൾ തന്നെ വെറുതെ വിടുമായിരുന്നോ? എന്തെങ്കിലും ചെയ്ത് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. സാർ എന്നെ രക്ഷിക്കാനൊന്നും ശ്രമിക്കണ്ട. എന്നെ പോലീസുകാർ പിടിച്ചോണ്ട് പോന്നെങ്കിൽ പോട്ടെ. നാട്ടുകാര് തല്ലിയോ കൈകാര്യം ചെയ്യോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. നന്ദി, അതിനൊന്നും വേണ്ടിയല്ല ഞാൻ ഈ സംസാരിച്ചത്. ആ കണ്ണു തുറന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്ക്. വേണ്ട സർ, ഞാൻ എങ്ങനെ കണ്ണു തുറന്ന് നോക്കിയാലും മിത്ര മാഡത്തിനെ കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. ഓക്കെ, താമസം വണ്ടി കയറ്, നമുക്ക് പോവാം. പരിഹാരമില്ലാത്ത കാര്യം പറഞ്ഞ് തർക്കിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. വാ. സൂര്യ പോയോ? പോയി. ദർശന ഇപ്പോഴും നല്ല മയക്കത്തിലാണല്ലോ. അതെ. മിത്ര, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ദർശന കുറെ കാലമായിട്ട് നിന്റെ ഫ്രണ്ട് അല്ലേ? എന്നിട്ട് എങ്ങനാടി ആ ഫുഡ് നിനക്ക് ഇവളെ കൊണ്ട് കഴിപ്പിക്കാൻ തോന്നിയേ? ഇവിടെ ചത്തുപോയിരുന്നെങ്കിലോ? എടി, ചാകാനുള്ള അളവ് അതിലൊട്ടും തന്നെ ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു.